നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താരാരാധനയൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു സ്നേഹവും സ്വന്തം രാജ്യത്തിനപ്പുറം ആകരുത് എന്ന് മാത്രം. നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപക പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നപ്പോഴാണ് വ്യാപകമായി വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 25-ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26ഓളം പേർ കൊല്ലപ്പെടുകയും അതിനുശേഷം ഇന്ത്യ എടുത്തിട്ടുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായി തന്നെ ഓരോ ഇന്ത്യക്കാരനും അറിയാം. എന്താണ് നമ്മുടെ സാഹചര്യം എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം എല്ലാ പാകിസ്ഥാൻ പൗരന്മാരോടും രാജ്യം വിടാൻ ഇന്ത്യ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, പാകിസ്ഥാനിലിരുന്ന ഇന്ത്യയെ പരിഹസിക്കുകയും ഇന്ത്യയെ വലിയ കടുത്ത ഭാഷയിലൊക്കെ തന്നെ വിമർശിക്കുകയും ചെയ്ത ഒരാളെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആരാധിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞുറപ്പിച്ചു വന്നതായിരുന്നില്ല അവർ. പഹൽഗാമിന്റെ മുറിപ്പാടുണ്ടായിട്ടും അത് മറന്ന് അവരെ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏപ്രിൽ 22-ന് പാക് പിന്തുണയുള്ള ഭീകരർ 26 നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്നാണ് അഫ്രീദി അന്ന് കളിയാക്കിയിരുന്നത്. പാകിസ്ഥാന് മേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയൊക്കെ തന്നെ അഫ്രീദി അന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ അഫ്രീദിയെ തന്നെയാണ് നാണമില്ലാതെ വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി അന്ന് ആരോപിച്ചത്. അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ലെന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാന് മേൽ ചുമത്തുകയാണ് ഇന്ത്യയെന്നും അഫ്രീദി ആരോപിച്ചിരുന്നു. ആക്രമണം കഴിഞ്ഞ് 1 മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയായെന്നായിരുന്നു അഫ്രീദി അന്ന് പറഞ്ഞത്. എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത്, ആദ്യം അമ്പരന്നെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ, ഇവരെയാണ് വിദ്യാസമ്പന്നരായ ആളുകളെ പറയുന്നത് എന്നാണ് അഫ്രീദി അന്ന് പ്രതികരിച്ചത്. അന്നേ ആ വിമർശനം വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ അടക്കം വ്യാപകമായിട്ടുള്ള മറുപടിയൊക്കെ തന്നെ അഫ്രീദിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ഒരു ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച വ്യക്തിയാണ് മലയാളി കൂട്ടായ്മ ആദരിച്ചത്. ഇതാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധത്തിന് വകവയ്ക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനവാദങ്ങളും ഇപ്പോൾ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ്. ദുബായ് ഔന്ദ് മെഹ്തിയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ 2025 എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത്. ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും എല്ലാം വൈറലാണ്. സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയത്. തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം. അങ്ങനെ അവർ വേദിയിലെത്തി. അഫ്രീദിയായിരുന്നു താരം. കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടിരുന്നു. കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആതിഥ്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞു. കളത്തിൽ ഞങ്ങൾ കഠിനമായ മത്സരമാണ് കാഴ്ചവെച്ചത്, പക്ഷേ കളിക്കളത്തിന് പുറത്ത് ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സൗഹൃദപരമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതികളുള്ള മനോഹരമായ സ്ഥലമാണ് കേരളമെന്നും അഫ്രീദി പറഞ്ഞു. അതിനിടെ അഫ്രീദിയുടെ വരവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. ദുബായിലെ ചടങ്ങിലേക്ക് അഫ്രീദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. പാകിസ്ഥാനി ഓൾറൗണ്ടറുടെ കളി ശൈലിയുമായി ബന്ധപ്പെട്ട് ആരാധകർ വിളിച്ചിരുന്ന ബൂം ബൂം എന്ന പേര് അഫ്രീദി വേദിയിലെത്തിയപ്പോൾ മലയാളികൾ ആർപ്പ് വിളിച്ചു. ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് സ്വീകരണത്തിനെതിരെ വലിയ രോഷവും അമർഷവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദ പരാമർശം നടത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യൻ ബോക്സിംഗ് താരം ഗൗരവ് ബിദൂരി ചർച്ചകളിലെ താരമായിരുന്നു. കശ്മീരിലുള്ള 8 ലക്ഷം ഇന്ത്യൻ സൈനികരുടെ പിടിപ്പുകേട് കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്ന് പരിഹസിച്ച അഫ്രീദിയെ 1971 93,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് ഗൗരവിന്റെ തിരിച്ചടി. 2017 ജർമ്മനിയിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ താരമാണ് ഗൗരവ് ബിദൂരി. വിദേശ താരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗും പാകിസ്ഥാൻ സൂപ്പർ ലീഗും തമ്മിലുള്ള അന്തരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിമർശനം ഘടിപ്പിക്കാനും ഗൗരവ് മടിച്ചില്ല.
പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യൻ ജനത ഇനിയും പൂർണ്ണമായും വിമുക്തരായിട്ടില്ല. ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കാനായി ഇന്ത്യൻ ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടികൾ പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുകയാണ്. ഭീകരാക്രമണം തടയാൻ 8 ലക്ഷം ഇന്ത്യൻ സൈനികർക്ക് ഒന്നും ചെയ്യാനില്ലെന്നാണ് അഫ്രീദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ 1971 കാർഗിൽ യുദ്ധം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് 93,000 പാകിസ്ഥാൻ സൈനികരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ അഫ്രീദി മെനക്കെടണ്ട എന്നാണ് ഗൗരവ് പറഞ്ഞത്. നേരത്തെ അഫ്രീദിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ശിഖർ ധവാനും രംഗത്തെത്തിയിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ സൈന്യത്തെ പ്രതിരോധിച്ച് ധവാൻ അഫ്രീദിക്ക് മറുപടി നൽകിയത്. ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നോക്കാനും ധവാൻ അഫ്രീദിയെ ഉപദേശിച്ചിരുന്നു. ഒരു പാകിസ്ഥാൻ TV ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുവെന്ന അഫ്രീദിയുടെ വിവാദ പരാമർശം. ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും കുറ്റം പാകിസ്ഥാനാണ്. അവർക്ക് കശ്മീരിൽ 8 ലക്ഷത്തോളം സൈനികരുണ്ട്. എന്നിട്ടും ഇത് സംഭവിച്ചു. ഇതിന്റെ അർത്ഥം അവർക്ക് കഴിവില്ലെന്നാണ്. സ്വന്തം ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള കഴിവില്ലെന്നാണ് അന്ന് സമാ TVക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാഹിദ് അഫ്രീദി പറഞ്ഞത്. ഇന്ത്യൻ തിരിച്ചടിക്ക് ശേഷം അഫ്രീദി നാവ് പൊക്കിയതുമില്ല. ഏതായാലും അതിനുശേഷം എന്താണ് ഇന്ത്യയുടെ കഴിവ് എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ കണ്ടതാണ്. ഈ പറയുന്ന അഫ്രീദിയുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ രുചി അവരറിഞ്ഞു എന്നുള്ളത്. എന്താണ് അവിടുത്തെ വ്യാമതാവളങ്ങൾക്കും തങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഭീകര കേന്ദ്രങ്ങൾക്കും സംഭവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ ഈ ക്രിക്കറ്റ് താരത്തിനും അറിയില്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും യാതൊരു തരത്തിലും നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ പേജുകളിലടക്കം തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് പാകിസ്ഥാന് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കാൺപൂരിൽ 50,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി വീണ്ടും പരാമർശിച്ചത്. പാകിസ്ഥാനുള്ളിൽ 100 കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് പോയി നാം തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ ശക്തി എന്താണെന്ന് ഇപ്പോൾ പാകിസ്ഥാനും ലോകവും മനസ്സിലാക്കിയിരിക്കുകയാണ്. പാക് സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന ധാരണയായിരുന്നു ഭീകരർക്ക്. അവരെ നമ്മൾ മുട്ടുകുത്തിച്ചു. പാകിസ്ഥാൻ എയർബേസുകളും സൈനിക സന്നാഹങ്ങളും നമ്മൾ തകർത്തു. ഇത് പുതിയ ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു.